4:30 ഇവർ സ്കൂൾ വിട്ട് വന്ന് ഇവർ എല്ലാവരും ഇവിടെ നിന്ന് കളിക്കായിരുന്നു. കളിച്ചപ്പോൾ ഇവിടെ ഇവന് ഈ പൊക്കം ഉള്ളല്ലോ, ഞാനത് ശരിക്കും നെറ്റായിട്ട് ടൈറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ വന്ന് ഒരു സ്റ്റൂളിട്ട് കയറിയത് അങ്ങോട്ട് നോക്കിയതാ. അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും അവൻ വീണുപോയി അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ പിന്നെ ഇവർ കണ്ടു. എന്നിട്ട് ഉമ്മേനെ വിളിച്ചു. വീണുപോയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആൾ ഓടി വന്ന് ചാടാൻ പോയപ്പോഴത്തേക്കും മൂത്ത ആൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉമ്മ ചാടല്ലേ, ഞാൻ ചാടിക്കോളാന്ന് പറഞ്ഞാൽ അവനൊന്നും നോക്കാൻ എടുത്ത് ചാടിയത്. ചാട്ടാൻ കൂടി ചാടി, കണ്ണടച്ച് ചാടി എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. അതായത് ഈ കിണറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ഫുള്ള് അത് കെട്ടാത്തൊരു കിണറാന്ന് തോന്നുന്നു അല്ലേ. അതിൻ്റെ അടി മുഴുവൻ പാറയും ഇതുമൊക്കെയാണ്. ഇവൻ അതിലേക്ക് വെള്ളത്തിലേക്ക് വീണുപോയി. മുങ്ങിപ്പോയില്ല, ഇവൻ കൈ അടിക്കുമ്പോഴത്തേന് ആ സെക്കൻഡിൽ തന്നെ അവൻ എടുത്ത് ചാടി. ഇവൻ ആ സ്പോട്ടിൽ തന്നെ അവൻ ചാടി. ഉമ്മ അവൻ അവിടെ ഇരിക്കുക, 2 കുട്ടികൾ ഇവിടെ ഉണ്ട്. അവരെ ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഓടി വന്നു. മൂത്ത ആളെ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്ന് ചാടി. അപ്പോഴത്തേക്ക് ഇവൻ മുങ്ങിയൊന്നും പോയില്ല, വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മേലെ കൈയിട്ട് അടിക്കായിരുന്നു, പേടിച്ചിട്ട് കൈയിട്ട് അരിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അവനെടുത്ത് ചാടി. പിന്നെ ഞാൻ ഇറങ്ങി അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു, സേഫായിട്ട് വെച്ചു. ഇവിടെ തോളത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ ഞാനും വേറെ കൂട്ടുകാരുണ്ട്, അവനോട് ഇറങ്ങി. 2 പേരും ഞങ്ങൾ കയറിട്ട് ഇറങ്ങിയിട്ട് അവൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് ഇവനെ സേഫ്റ്റി ആക്കി ഞാൻ തോളത്തിരുത്തി വെള്ളത്തിൽ നിന്ന് പൊക്കി വെച്ച് ഇരുത്തിയിട്ട് അവനെ കയറ്റി വിട്ടു. അവന് കയറും സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചിട്ട് മേലെ കയറ്റി വിട്ടു. അപ്പോഴാണ് അവന് കാലുവേദന അറിഞ്ഞത്. പിന്നെ അവന് വിറവലുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്നിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫയർഫോഴ്സ് വരാൻ വേണ്ടി കാത്തു നിന്നു. ഫയർഫോഴ്സ് വരാൻ വേണ്ടി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പിന്നെ ഞാനിവനും ഫയർഫോഴ്സ് കൊണ്ടുവന്ന ഒരു കൊട്ടയുണ്ടായിരുന്നു, ഇത് സ്റ്റീലിൻ്റെ റിങ്ങുള്ളൊരു കൊട്ടയുണ്ട്. അതിൽ കയറിയിട്ട് ഞങ്ങൾ 2 പേരെ പൊക്കിയെടുത്തത്. അങ്ങനെ കയറി പോകുന്നത്. അവനെ നീന്താൻ എന്ന് പറഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പൂളിലും പെയ്ഡ് സ്വിമ്മിംഗ് പൂളുണ്ട്, അങ്ങനെ പോകാറുണ്ടായിരുന്നു. പിന്നെ ഈ കുളത്തിലെല്ലായിടത്തും പോകും. അപ്പോൾ ഞങ്ങൾ ഒച്ചയെടുക്കുമായിരുന്നു, അപകടം വരൂട്ടോ കുളത്തിൽ പോയി അറിയാതെ പോയെന്നും. പക്ഷെ അതിപ്പോൾ ഒരു ഉപകാരമായി. ഇവനെ കിണറ്റിലേക്ക് വീണ് പോയപ്പോൾ അവൻ ചാടിയെടുത്തത് ആ ഒരു ധൈര്യത്തിലാണെന്ന് തോന്നുന്നു. അവന് നീന്താനറിയാം, കുളത്തിലും സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയിട്ടുള്ള ധൈര്യമുണ്ട്, വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. അതാണ് ഇത്. ഞാൻ നോക്കുമ്പോൾ ഇവൻ അടിയിലേക്കാണ്. പെട്ടെന്ന് പേടിച്ചിട്ട് ഞാനെല്ലാവരും വാപ്പീനും അമ്മച്ചീനും എല്ലാവരും വിളിച്ച് വന്ന് നോക്കി. പിന്നെ അപ്പോഴേക്ക് ആകെ ചാടി അനിയനടുത്ത്. ഞങ്ങൾ സംഭവം നടക്കുമ്പോൾ ഞാനും അനിയത്തിയും മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ എല്ലാവരും വിളിച്ചിട്ടാണ് വന്നത്. അപ്പം ഇക്കാക്ക അവിടെ ഫോൺ നോക്കണമായിരുന്നു. പിന്നെ ഓടി വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് അപ്പോൾ തന്നെ ചാടി. പേടിച്ച് പോയി, അനിയനെ കിട്ടൂലെന്ന് ചേച്ചി. പേടി ഇപ്പോഴും മാറിയിട്ടില്ലേ? കാണുന്നവർക്ക് പേടി മാറൂല. അപ്പോൾ നമുക്ക് ഫർഹാനെ കണ്ടിട്ട് വരാം. ഫർഹാൻ ഇവിടെ കിണറ്റിലെടുത്ത് ചാടിയിട്ട് കാലിനൊക്കെ ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫർഹാനെ, പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ. ഓക്കെ, ഇനി സംഭവം ഞാൻ തേഴ്സ്ഡേ സ്കൂളിൽ വന്നിട്ട് ഇരിക്കണമായിരുന്നു സമയത്ത് പെട്ടെന്ന് ഒരു കളിക്കണ സമയത്ത് അനിയൻ അറിയാണ്ട് കിണറ്റിൽ ചാടിപ്പോയി. ഓടി വന്ന് എന്നോടൊന്ന് പറഞ്ഞ് അമ്മച്ചിനോടും പറഞ്ഞപ്പോൾ ഞങ്ങൾ എടുത്ത് നോക്കി. അമ്മച്ചി പറഞ്ഞു ഞാൻ ചാടിക്കോളാം തന്നെ. ഞാൻ അമ്മച്ചിനെ സമ്മതിച്ചില്ല. അപ്പോൾ തന്നെ ഞാൻ എടുത്ത് ചാടിയിട്ട് അങ്ങനെ എടുത്ത് ഷോൾഡറിൽ വെച്ച് പുറത്ത് കെട്ടി. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പയും ഇവിടെയുള്ള ഇക്കന്മാരൊക്കെ ഒന്ന് എന്നെ അപ്പം തന്നെ മേളിലേക്ക് കയറ്റി. വാപ്പ താഴത്തേക്ക് വാപ്പ ഇറങ്ങിയിട്ട് അവനെ കയറ്റി ഓക്കെ ആക്കി. വാപ്പ തലത്ത് വെള്ളത്തിലേക്ക് കളിച്ച് തിരിച്ചെന്നെങ്കിൽ മേളിലേക്ക് കയറ്റി. ഫയർഫോഴ്സ് ഒന്ന് അവനെയും കയറ്റി. ഇത്രയും ഉണ്ടായുള്ളൂ. വീണ സമയത്ത് എൻ്റെ കാലിൽ ചെറിയൊരു ലിഗമെന്റിൻ്റെ അവിടെ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇല്ലില്ല, പേടിച്ചൊന്നുമില്ല. അല്ല, ആ കിണർ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടി തോന്നും. കാരണം അതിൻ്റെ അടിയൊക്കെ കെട്ടിയിട്ടില്ല, ഭയങ്കര പാറകളൊക്കെ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു നിമിഷം മറ്റൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല, ഒറ്റ തുള്ളൽ തന്നെ അല്ലേ? അതന്നെ, അത്രേ ഉള്ളൂ. വേഗം അവനെ എടുക്കണം, രക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഇല്ല അവൻ്റെ മേത്തൊന്നല്ല വീണത്, സൈഡിലായിട്ട് തന്നെ എന്തോ ഭാഗ്യത്തിന് സൈഡിലായിട്ടാണ് വീണത്. അതാണ് കാലടിച്ചത് പോയി. അവൻ മുങ്ങിയിട്ടുണ്ടായില്ല. ഞാൻ നോക്കുമ്പോൾ അവൻ കൈയിട്ടും കാലിട്ടും അടിച്ചുകൊണ്ടിരിക്കണായിരുന്നു. തിരിച്ച് ഇക്കൂടെ സേഫ്റ്റി ബെൽറ്റ് ഇട്ട് തന്നെ എന്നിട്ട് കയറ്റി. ഇവിടെയുള്ള അനിയനീതിയാണ് പറഞ്ഞത് വീണെന്ന്. ഓടി വന്നിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു ദേ കുഞ്ഞാവ് വെള്ളത്തിൽ വീണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഫോൺ കണ്ടുകൊണ്ടിരിക്കണായിരുന്നു, ട്യൂഷൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് സ്കൂളിൽ വന്നിട്ട് ചായ കുടിക്കണാണ് ആ സമയത്ത്. അപ്പോൾ തന്നെ ഓടി. ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല. മോൻ ചാടിയപ്പോൾ 2-3 പേരും കൂടി കളിക്കണമായിരുന്നു. അപ്പോൾ മോള് വന്നിട്ട് പറഞ്ഞു ഉമ്മച്ചി കുഞ്ഞ് വെള്ളത്തിൽ വീണമെന്ന് പറഞ്ഞു. വെള്ളത്തിൽ വീണപ്പോൾ ഞാൻ ഓടിച്ചു ചെന്നപ്പോൾ കുഞ്ഞവിടെ വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ കാലൊരെണ്ണം എടുത്ത് വെച്ചു ചാടാൻ വേണ്ടി. അപ്പോഴേക്കും മോൻ പറഞ്ഞു ഉമ്മി ചാടല്ലേ, ഞാൻ ചാടിക്കോളാന്ന് പറഞ്ഞാൽ അവൻ വന്ന് ചാടുകയാണ് ചെയ്തത്.
അവനങ്ങ് ചാടി കുഞ്ഞിനെ പൊക്കിയെടുത്തു. കുഞ്ഞിനെ പൊക്കിയെടുത്ത് പറഞ്ഞു ഉമ്മി കരയിലെ അവൻ സേഫാണ്, അവനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ അവനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവൻ തോളത്തിരുത്തി ചെയ്തത്. തോളത്തിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് പിന്നെ വാപ്പി വന്നു. വാപ്പി ഇറങ്ങി. അപ്പം പിന്നെ സമാധാനമായി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫയർഫോഴ്സ് വന്ന് കുഞ്ഞിനെ എടുത്തു. അതിനു മുമ്പ് തന്നെ മോനെ സേഫ്റ്റി ബെൽറ്റ് കയറ്റിയിട്ട് പൊക്കിയെടുത്തായിരുന്നു. അപ്പം രണ്ടുപേരും മുകളിലേക്ക് എത്തി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മുകളിലേക്ക് വന്നായിരുന്നു. മോനാണ് കണ്ടത്. അവർ 3 പേരുണ്ടായിരുന്നു അവിടെ കളിക്കാൻ. 4 പേരാണ് മക്കൾ. അല്ല, അകത്തല്ല, പുറത്താണ് ഇവർ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഞാൻ പുറത്ത് ആക്കിയിട്ട് അകത്തേക്ക് വന്നതേ ഉള്ളായിരുന്നു. 3 പേരോട് നിന്ന് കളിക്കാറുള്ളത് ആണ്, എപ്പോഴും കളിക്കാറുണ്ട് അവർ. അപ്പോൾ അവരെ കൂടി നിന്ന് കളിക്കുമ്പോഴാണ് അവർ കണ്ടില്ല. അവർ തിരിഞ്ഞ് നിന്ന സമയത്താണ് ഇവൻ സ്റ്റൂളിട്ട് കയറി. സ്റ്റൂളവിടെ കിടപ്പുണ്ടായിരുന്നു. സ്റ്റൂളിൽ കയറിയിട്ടായിരിക്കാം അങ്ങോട്ട് വീണത്. വേറെ ഒന്നും അവിടെ കിടപ്പുണ്ടായില്ല. ദൈവത്തിൻ്റെ അങ്ങനെ ദൈവം എന്തോ എടുത്ത് കുഞ്ഞിനെ പൊക്കി വെച്ച പോലെ ഞങ്ങൾക്ക് തോന്നിയത്. കിടക്കുന്ന കണ്ടപ്പോഴേ മലന്ന് കിടന്നിരുന്നു. കുഞ്ഞ് കൈയിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവൻ ചാടിയപ്പോഴും അവൻ്റെ മേത്തേക്കല്ല വീണത്, സൈഡിൽ തന്നെയാണ് വീണത്. അപ്പോഴാണ് തോന്നുന്നത് കാലടിച്ച്. അതൊന്നും ഇവൻ അറിഞ്ഞില്ല. മുകളിലേക്ക് വന്നപ്പോഴാണ് കാലടിച്ചുകൊണ്ടത് അറിഞ്ഞത്. എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എല്ലാം കഴിഞ്ഞതിന് പറഞ്ഞു ഉമ്മി ചാടണമെങ്കിൽ ഉമ്മച്ചിയും പോകുമായിരുന്നു, കുഞ്ഞും പോകുമായിരുന്നു. കാരണം എന്നെക്കാളും പോക്കുണ്ട് മോന്. അപ്പോൾ എൻ്റെ ഫുൾ മുങ്ങിപ്പോകും ഉമ്മച്ചി, കാരണം തലടിച്ചു കൊള്ളും, അത്രക്കും കല്ലാണ് അതിൻ്റെ അകത്ത്. അവന് പിന്നെ വെള്ളത്തിലിറങ്ങിയൊക്കെ പേടി മാറിയിട്ടുണ്ട്. അവന് നീന്താൻ അറിയാം. കുളത്തിലും ബീച്ച് ഇതിലൊക്കെ സ്വിമ്മിങ് പൂളിലല്ലേ, പെയ്ഡ് സ്വിമ്മിങ് പൂൾ ഉണ്ടല്ലോ, അതിലൊക്കെ അവൻ പോകുമായിരുന്നു ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട്. അപ്പോൾ അവനുണ്ട് അത് പേടിയൊന്നും ഇല്ലായിരുന്നു അവന്. അതുകൊണ്ടായിരിക്കും അവൻ ആ ധൈര്യം കിട്ടിയത്. പിന്നെ അതുമാത്രമല്ല, കുഞ്ഞെന്തിനും സംഭവിക്കുമോ എന്നുള്ളതിൽ അവൻ ചാടി. അത്ര 2.5 വയസ്സ്. വ്യാഴാഴ്ച ഒരു 4:45-5 മണി ആ സമയത്തായിരുന്നു. കാരണം വെൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയുന്ന ആളാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്ര നാളും. അതുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത്. അതുണ്ടായിരുന്നെങ്കിൽ ഒന്നും പറ്റില്ലായിരുന്നു. 2.5 വയസ്സുകാരനായിട്ടുള്ള കുഞ്ഞാപ്പുവിന് ജീവിതം നൽകിയൊരു കിണറാണിത്. ഏകദേശം 20 അടി താഴ്ചയുണ്ട് ഈ കിണറിന്. ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന പോലെ തൻ്റെ അനുജനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠൻ മുഹമ്മദ് ഫർഹാനാണ്, 10ാം ക്ലാസ് പഠിക്കുന്ന മുഹമ്മദ് ഫർഹാനാണ് ഈ കിണറ്റിലേക്ക് എടുത്തു ചാടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. തൻ്റെ ജ്യേഷ്ഠൻ, 2.5 വയസ്സുകാരനായിട്ടുള്ള ജ്യേഷ്ഠൻ കുഞ്ഞാപ്പൂ കിണറ്റിൽ വീണു എന്നറിഞ്ഞ പാടന്നെ അനുജൻ എടുത്ത് തുള്ളുകയായിരുന്നു. എന്തായാലും ദൈവത്തിൻ്റെ കരസ്പർശം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം ഈ കിണറ്റിൻ്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇത് കെട്ടാത്തൊരു കിണറാണ്. ഇതിൻ്റെ പാറയും പാറക്കെട്ടകളൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം വീഴുന്ന ഒരു സാഹചര്യത്തിൽ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഈ കിണറ്റിലുള്ളത്. പക്ഷേ 2 പേരും സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ചു കയറി എന്നുള്ളതൊരു വലിയൊരു സംഭവം തന്നെയാണ്. നമുക്കതിനെ ദൈവത്തിൻ്റെ ഇടപെടൽ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ വേണ്ടി സാധിക്കുക? കുഞ്ഞാപ്പൂന് എന്താ പറയാനുള്ളത്? കുഞ്ഞാപ്പൂ പേടിച്ചിരിക്കുകയാണോ? നോക്കണേ, പേടിച്ചിരിക്കുകയാണോ കുഞ്ഞാപ്പൂ? ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. ചേട്ടനോട് എന്താ പറയാനുള്ളത്? ഹായ് കുഞ്ഞാപ്പൂ. അപ്പം എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടല്ലേ? അതെ, എല്ലാവരും വന്നായിരുന്നു. പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, പിന്നെ അവൻ്റെ സ്കൂളിൽ നിന്നുള്ള പ്രിൻസിപ്പൽ, ടീച്ചർമാർ, അങ്ങനെ എല്ലാവർക്കും മൊമെൻ്റോ ഒരു കഴിഞ്ഞ ദിവസം ഉമാ തോമസ് ചെയ്തതിനുള്ള MLA വന്നായിരുന്നു. അവരൊക്കെ ധീരമായ പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് അഭിനന്ദിച്ചിട്ട് പോയത്. എന്തായാലും കുഞ്ഞാപ്പൂവിൻ്റെ ഭാഗ്യം. അതെ